വയനാട് കോണിച്ചിറ എടക്കാടിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം. കഴിഞ്ഞ ദിവസം പ്രദേശത്ത് ഒരു പശുവിനെ കടുവ കൊന്നിരുന്നു. കൊല്ലപ്പെട്ട പശുവിന്റെ മൃതദേഹം ഭക്ഷിക്കാനെത്തിയ കടുവയുടെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. വയനാട്ടിൽ നിന്ന് അനൂപ് ചേരുന്നു. അനൂപ്, വിശദാംശങ്ങൾ. കോണിച്ചിറ എടക്കാട് തെക്കേ കുന്നപ്പള്ളിൽ വർഗീസിന്റെ 3 വയസ്സ് പ്രായമുള്ള പശുവിനെയാണ് കഴിഞ്ഞ ദിവസം കടുവ ഈ പ്രദേശത്ത് എത്തി ആക്രമിച്ചു കൊന്നത്. ഇത് വനമേഖലയിൽ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്ററോളം ചുറ്റളവിലാണ് ഈ പ്രദേശം. ഈ വനത്തിൽ തൊട്ട് സമീപത്താണ് ഈ സംഭവം നടക്കുന്നത്. ഈ പശുവിന്റെ മൃതദേഹം വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്ത് തന്നെ ഉപേക്ഷിക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഈ സ്ഥലത്താണ് ഇന്ന് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം വീണ്ടും സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളും സാധൂകരിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. ഈ സംഭവത്തിന് പിന്നാലെ ഈ പ്രദേശത്ത് വനംവകുപ്പ് അധികൃതർ പരിശോധന നടത്തുകയും മറ്റും നടത്തി വരികയാണ്. അതായത് ഇന്ന് വൈകിട്ടോടുകൂടി ഈ പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ചുകൊണ്ട് കടുവയെ കുടുക്കാനുള്ള, കെണിയിലാക്കാനുള്ള ശ്രമം ഈ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. പ്രദേശത്ത് വലിയൊരു ആശങ്ക, ഭീതി നിലനിൽക്കുകയാണ്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് വനംവകുപ്പ് ഈ നടപടിയിലേക്ക് നീങ്ങുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി കൂടുതൽ ക്യാമറകളും അതോടൊപ്പം കൂടും ഈ പ്രദേശത്ത് സ്ഥാപിക്കും. വനമേഖലയ്ക്ക് തൊട്ട് സമീപത്ത് ഇത്തരത്തിൽ ഈ മേഖലയിൽ തന്നെ നേരത്തെയും കടുവയുടെ സാന്നിധ്യം ഉണ്ടാവുകയും കടുവ വളർത്തുമൃഗങ്ങളെ ആക്രമിച്ച് പുറപ്പെടുത്തുകയും ചെയ്തിരുന്നു. അനൂപാണ് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.